എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ്. കുറച്ച് ദിവസം മുന്നേ ഒരു നീഡിലിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു, സെൽഫ് ത്രെഡിങ് നീഡിൽ. അപ്പോൾ അത് ഒരു കസ്റ്റമർ ഈ ഒരു നീഡിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണെന്ന് പറഞ്ഞ്, പക്ഷേ അവർ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡ് പൊട്ടി പൊട്ടി പോകുക എന്നാണ് അതിൽ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സെൽഫ് ത്രെഡിങ് നീഡിലാണ്. ഇതിൽ ഞാൻ ഈ എംബ്രോയിഡറി ത്രെഡാണ് ഇതിൽ ഞാൻ ത്രെഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ആങ്കറിൻ്റെ എംബ്രോയിഡറി ത്രെഡാണ്, കട്ടി കൂടിയ ത്രെഡാണ്. ഓക്കെ, അപ്പോൾ കട്ടി കൂടിയ ത്രെഡ് ഇട്ടിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ത്രെഡോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സൂചിയോ പൊട്ടുണ്ടോ എന്നുള്ളതാണ് ഞാനിതിൽ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇതിൽ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയും നീളത്തിലുള്ള ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം നമുക്കിതിൽ. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിനെന്തെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നേരിട്ട് നോക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ സിംഗിൾ ഷോട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ വേറെ എഡിറ്റിങ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ കെട്ടിട്ടു. ഇത് നീഡിൽ ആ സെയിം നീഡിൽ തന്നെയാണ്, അല്ലാതെ വേറെ നീഡിലൊന്നും മാറ്റിയിട്ടില്ല. അതാണ് പറഞ്ഞ സിംഗിൾ ഷോട്ടിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒരു കട്ട് പോലും ഇതിൽ കാണില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ നീഡിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈ നീഡിലിൻ്റെ ബ്രാൻഡ്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു നീഡിൽ അവർ ഇൻ്റർനാഷണൽ ലെവലിൽ സെല്ല് ചെയ്യുന്ന ഒരു നീഡിലാണ്, അല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം വിൽക്കുന്ന ഒരു നീഡിലല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അതിൻ്റേതായ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്ത് തന്നെ ആയാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ത്രെഡ് പൊട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നീഡിലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈവൺ നമുക്ക് ഈ നീഡിലിന് 2 ഹോളുണ്ട്. ഇപ്പോൾ ഒരു ഹോള് അതിൻ്റെ പൊട്ടിപ്പോയാലും അതിന് നമുക്ക് രണ്ടാമതൊരു ഹോളും കൂടിയും ഉണ്ട്. നമുക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ എന്തായാലും ഇത് പൊട്ടുമോ എന്നുള്ളത് ഏറ്റവും നമുക്ക് നോക്കാൻ ഉണ്ട് എങ്കിൽ മാത്രമല്ല നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്നുള്ളത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡിൻ്റെ ക്വാളിറ്റിയാണ് ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ ത്രെഡ് ഇട്ടും സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കട്ടി കൂടിയ ത്രെഡാണ്. അപ്പോൾ എന്തായാലും തന്നെയായാലും ഈ ത്രെഡ് പൊട്ടില്ല, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇതിൽ ഈ കട്ടി കൂടിയ ത്രെഡ് ഉപയോഗിക്കാനുള്ള കാരണം ഈ നീഡിൽ പൊട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നീഡിൽ പൊട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നീഡിൽ പൊട്ടുകയാണെങ്കിൽ പിന്നെ അത് ഒരു കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പോൾ അവർ വളരെയധികം ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു നീഡിലാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവണില്ല. തീർച്ചയായിട്ടും അത് എൻ്റെ അറിവിൽ അതിന് ത്രെഡിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഡബിൾ ത്രെഡ് ഇട്ട് ഹെം ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമുക്ക് ത്രെഡ് തമ്മിൽ കൂട്ടി പിരിഞ്ഞ് അത് കെട്ടാവാറുണ്ട്. അപ്പം അങ്ങനെ കെട്ടായിട്ട് പൊട്ടുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയായാലും ഇതിൽ ഇതുവരെയായിട്ട് ഇത് പൊട്ടിയിട്ടില്ല. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ആ ത്രെഡ് തീരുന്നത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. പക്ഷേ ഇതുവരെയായിട്ടും അത് പൊട്ടുന്നില്ല. അല്ലെങ്കിൽ നീഡിലോ അല്ലെങ്കിൽ ത്രെഡോ രണ്ടും തന്നെ പൊട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിന് ഊരി പോരുന്നുമില്ല, അഥവാ അത് പൊട്ടുന്നുമില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത്. എന്തായാലും നമുക്ക് ഇത് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ ഇനി നോർമൽ ത്രെഡും കൂടിയും ഒരെണ്ണം ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇനി ആ ത്രെഡ് പൊട്ടുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ ഇതിൻ്റെ നോർമൽ ത്രെഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. നോർമൽ ത്രെഡ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇതിന് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇത് ഞാൻ നോർമൽ ത്രെഡ് എടുത്ത് കാണുക. അപ്പോൾ ഈ നോർമൽ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ആദ്യം ഒന്ന് ത്രെഡ് ചെയ്യാം. ഇത് ത്രെഡ് ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. അപ്പോൾ ഇത് ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം.
അപ്പം അത്ര തന്നെ ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലും. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നീഡിലൊന്നും മാറ്റണമൊന്നുമില്ല കേട്ടോ. അത് കറക്റ്റ് ആ നീഡിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ഈ നീഡിലിനെ കുറിച്ച് മറ്റ് തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ആവശ്യക്കാർക്ക് ഇത് ഉപകരിക്കും എന്നുള്ള കാര്യം കറക്റ്റാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിത് കംപ്ലൈൻറ്റ് ഇല്ല ഇതുവരെയായിട്ട്. ഉപകാരപ്രദമാണ് ആൾ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പലരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ വാങ്ങി നോക്കുക, ഉപയോഗിച്ച് നോക്കുക. ത്രെഡ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ത്രെഡ് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഞങ്ങൾ ഇതിൽ കുറച്ചും കൂടി അടുപ്പിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇനി ഏതെങ്കിലും തരത്തിൽ ത്രെഡോ അല്ലെങ്കിൽ നീഡിലോ പൊട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നീഡിൽ നിന്ന് ഇത് ഊരിപ്പോരുണ്ടോ എന്ന് പോലും ഞാൻ നോക്കുകയാണ്. അപ്പം നീഡിൽ നിന്ന് ഇത് ഊരിപ്പോരാൻ പോലും അത്ര ഈസി ആയിട്ട് പോരില്ല. കാരണം ഒരിക്കൽ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഇതൊരിക്കലും റിവേഴ്സ് ഇത് ഊരിപ്പോരില്ല. നമുക്ക് സാധാരണ നൂല് പുറത്തേക്ക് എടുക്കുന്നത് പോലെ തന്നെ അത് ഊരിയെടുക്കണം. ഇത്രയും ദൂരം സ്റ്റിച്ച് ചെയ്തിട്ടും ഇവിടെ യാതൊരു കംപ്ലൈൻറ്റും നമുക്ക് കാണാനില്ല. അപ്പോൾ ഓക്കെ, ഇതുവരെ നമുക്ക് ഇതിൻ്റെ നീഡിലിനോ ത്രെഡിനോ കംപ്ലൈൻറ്റ് ഒന്നും തന്നെ കാണാനില്ല. എന്തുതന്നെയായാലും നമുക്ക് ഇവിടെയും ഈ ത്രെഡ് തീരുന്നത് വരെ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും ഇത് കണ്ടു കഴിയുമ്പോൾ. ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ഒരിക്കൽ വരണവശാലും ഞാൻ നെഗറ്റീവായിട്ട് കണ്ടിട്ടല്ല ഇത് ചെയ്യണത്. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ഇതിന് എന്താണ് ഇതിൻ്റെ കുഴപ്പം, അങ്ങനെ ഒരു കുഴപ്പം യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഈ നീഡിലിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ തന്നെ ഈ ത്രെഡിനും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ത്രെഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ത്രെഡ് 6 രൂപ 7 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ത്രെഡ് കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വില കൂടിയ ത്രെഡ് വാങ്ങിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ വില കുറഞ്ഞ ത്രെഡ് വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ അത് ചെയ്താൽ തന്നെ നിങ്ങളുടെ എല്ലാ സ്റ്റിച്ചിങ്ങും നന്നാവും. ഈ സ്റ്റിച്ചിങ് മാത്രമല്ല, ഇവിടെ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് പോലും നമുക്ക് നന്നാവാൻ അതാണ് ആവശ്യം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ യാതൊരു തരത്തിലും ഒരു കംപ്ലൈൻറ്റും ഇതുവരെ ഇല്ല. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് ഇവിടുന്ന് എടുത്തത്. ത്രെഡ് പൊട്ടലോ അല്ലെങ്കിൽ സൂചി പൊട്ടലോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സെയിം ആ നീഡിൽ എല്ലാം കൃത്യമാണ്. അപ്പോൾ ഇതിന് യാതൊരു തരത്തിലും കംപ്ലൈൻ്റ് ഇല്ല. ഈ നീഡിലിന് എനിക്ക് കിട്ടിയ പാക്കറ്റ് ആകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊക്കെ എല്ലാം വലിയ വലിയ മെഷീനുകളിൽ, ഓട്ടോമാറ്റിക് മെഷീനുകളിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു പാക്കറ്റിൽ കംപ്ലൈൻ്റ് ഉള്ളതും അല്ലാത്തതുമായിട്ട് യാതൊരു തരത്തിലും ഇത് വരാനുള്ള വഴിയില്ല. അപ്പോൾ ഈ ഒരു ത്രെഡ് നോക്കുക, ഞാൻ ഉപയോഗിക്കുന്നത് സ്പൺ പോളി എന്ന് പറയുന്ന ത്രെഡാണ്. അപ്പോൾ ഈ ത്രെഡ് നല്ലൊരു ത്രെഡാണ്. അപ്പോൾ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ത്രെഡാണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ നീഡിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ത്രെഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.